നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ FSCTU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA സലാം ചടങ്ങിൽ അധ്യക്ഷനായി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. വാർത്തകൾ വിശദമായി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ വെള്ളക്കിണർ ജംഗ്ഷന് സമീപത്ത് നിന്നും ആരംഭിച്ച ജില്ലാ മാർച്ച് കളക്ടറേറ്റിന് സമീപം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിലെ സിവിൽ സർവീസിനോടുള്ള നിലപാട് എന്ത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ സിവിൽ സർവീസ് ഇന്ത്യക്കാകെ മാതൃകയാവുകയാണ്. കേരളത്തിന്റെ സിവിൽ സർവീസ് ഇന്ത്യക്കാകെ മാതൃകയാകുന്നത് രാജ്യത്തെ യൂണിയൻ ഗവൺമെന്റ് തുടർന്നു വരുന്ന, രാജ്യത്തെ വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തുടർന്നു വരുന്ന നവലിബറൽ ഉദാരവൽക്കരണ നയങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD ജോഷി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, KGOA സംസ്ഥാന ഉപാധ്യക്ഷ ഡോക്ടർ സിജി സോമരാജൻ എന്നിവർ സംസാരിച്ചു. FSCTU ജില്ലാ സെക്രട്ടറി C സിലീഷ് സ്വാഗതവും ജില്ലാ ട്രഷറർ രമേശ് ഗോപിനാഥ് നന്ദിയും പറഞ്ഞു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ L മായ, P സജിത്, PC ശ്രീകുമാർ, B സന്തോഷ്, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V അനിത, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു, രാജലക്ഷ്മി, ലവിൻ K ഷാജി, S രതീഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ക്ഷാമബത്ത, ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, വർഗീയതയെ ചെറുക്കുക, ക്ഷാമബത്തയ്ക്കും ശമ്പള പരിഷ്കരണത്തിനും ആവശ്യമായ തുകയ്ക്ക് ആനുപാതികമായി കേന്ദ്രവിഹിതം അനുവദിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഉപേക്ഷിക്കുക, സർവകലാശാലയുടെ ജനാധിപത്യാവകാശം സംരക്ഷിക്കുക, HBA മെഡിസപ്പ് പദ്ധതികൾ കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ FSCTU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ചും ധർണയും നടത്തി. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷത വഹിച്ചു. ദിനാചരണത്തിന്റെ മുന്നോടിയായി കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് വിവിധ മണ്ഡലങ്ങളിലെ MLA മാർ നൽകിയ ട്രോഫികൾ സലാം MLA വിതരണം ചെയ്തു.
ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയൂ എന്നുള്ളത് കൂടിയാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഏറ്റവും പ്രധാന കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ആ സിസ്റ്റത്തിലെ, ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാന കാര്യമായി ഭരണാധികാരികൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. ജനങ്ങൾ മാത്രമല്ല, ഭരണാധികാരി കണക്കാക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേകമായൊരു പരിഗണന നൽകാൻ കഴിയുന്ന പദ്ധതി ഉണ്ടാവുകയുള്ളൂ. വർത്തമാനം പറയാൻ എളുപ്പമാണ്. പ്രത്യേക പരിഗണന വേണമെന്ന് പറയാൻ വേണ്ടി സൗകര്യം മൈക്കിലൂടെ പറയാൻ പറ്റും. പക്ഷേ തങ്ങൾക്ക് ലഭിച്ചൊരു അധികാരം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ജനവിഭാഗത്തിന് വേണ്ടി ഒരു പ്രൊജക്ട് ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ മനസ്സ് വയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സഹചാരി വിജയാമൃതം അവാർഡ് സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളിയും വിവിധ കോളേജുകളിലെ സാമൂഹ്യനീതി സെല്ലുകൾക്കുള്ള അവാർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ എൻ സജിമോനും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീൻ, ഭിന്നശേഷി സംസ്ഥാനതല കമ്മിറ്റി അംഗങ്ങളായ ആര്യ ബൈജു, ഹരികുമാർ, AH ഷംസുദ്ദീൻ, ജില്ലാതല കമ്മിറ്റി അംഗങ്ങളായ ജോസ്ന, TT ജോപ്പൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സീനിയർ സൂപ്രണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസീൻ, ഭിന്നശേഷി സംസ്ഥാനതല കമ്മിറ്റി അംഗങ്ങളായ ആര്യ ബൈജു, ഹരികുമാർ, AH ഷംസുദ്ദീൻ, ജില്ലാതല കമ്മിറ്റി അംഗങ്ങളായ ജോസ്ന, TT ജോപ്പൻ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് സീനിയർ സൂപ്രണ്ട് MB സ്മിത എന്നിവർ സംസാരിച്ചു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബിൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA H സലാം ചടങ്ങിൽ അധ്യക്ഷനായി. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യാപിപ്പിക്കുകയാണിപ്പോൾ. മത്സ്യഫെഡിന് കീഴിലുള്ള സംഘങ്ങളുടെ നിക്ഷേപ സമാഹരണവും ശാക്തീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ ഡിസ്ട്രിക്ട് ജില്ല അതും കേരളത്തിലാണ്. അത് നമ്മുടെ മനോഹരന്റെ ജില്ല, കൊല്ലം ജില്ലയാണ് ഏറ്റവും നല്ല മറൈൻ ജില്ല. എന്താണ് ഏറ്റവും നല്ല തീരദേശ സംസ്ഥാനം, ഏറ്റവും നല്ല തീരദേശ ജില്ല? നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിശോധനയിൽ കിട്ടിയ നേട്ടമാണ്. നമ്മളെക്കാൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞ പല സംസ്ഥാനം, ഗുജറാത്ത് അടക്കം പല സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് അടക്കം നമ്മളെക്കാൾ ഒരുപാട് മത്സ്യമേഖല ചെയ്യുന്നുവെന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടന്നെങ്കിലും കേരളം മത്സ്യത്തൊഴിലാളികളെ കരുതിയതുപോലെ ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികളെ കരുതിയില്ല എന്നതിന്റെ അങ്ങേയറ്റം അംഗീകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നിരിക്കുന്നത്. അത് ചെറിയ കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട BP ചിത്രൻ ഞാൻ പറഞ്ഞല്ലോ, പുനർഗേഹം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരമേഖലയിൽ ഭവനരഹിതനായ 100 കണക്കിന് മത്സ്യത്തൊഴിലുണ്ടായിരുന്നു. കടൽക്ഷോഭത്തിന്റെ ഭാഗത്ത് ഈ അമ്പലപ്പുഴയിൽ എത്ര വീടായിരുന്നു ചിത്രഞ്ഞ? 82 85 വീട് അമ്പലപ്പുഴയിൽ വഴിയാധാരം. ഗോഡൌണിലും വിവിധ സർക്കാർ ഓഫീസുകളിലും വഴിയാധാരമായി കിടന്ന ഒരു സമൂഹത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 22,000 വീടുകൾ മത്സ്യമേഖലയിൽ നിർമ്മിച്ചു നൽകി. പുനർഗേഹം പദ്ധതിയിലൂടെ 8,300 വീടുകൾ നൽകി. തോട്ടപ്പള്ളിയിൽ 204 ഫ്ളാറ്റുകൾ 2-3 മാസത്തിനകം കൈമാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ MLA H സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെട്ടിട സമുച്ചയത്തിലെ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. വ്യാസ സ്റ്റോറും OBM സർവീസ് സെന്ററും കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രദീപ് T, PS ബാബു, C ഷാംജി, PI ഹാരിസ്, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, AV അനിത, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B ഷാനവാസ്, A ഓമനക്കുട്ടൻ, M റഫീഖ്, VC മധു, ബിനു പൊന്നപ്പൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രതിഷേധ മാർച്ച് പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുമ്പോൾ ധർണാ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ഇരുമ്പ് പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള നിയമം അനുവദിക്കുന്ന ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യം നൽകിയേ മതിയാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിൽ കണ്ടും സംസാരിച്ചും റവന്യൂ മന്ത്രി പലതവണ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മെമ്മോറാണ്ടം അയച്ചതിന് കണക്കില്ല. ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ, ഒരുപക്ഷെ ചെയ്യാവുന്നതിന്റെ അപ്പുറത്തും കാര്യങ്ങൾ ചെയ്തതിനു ശേഷവും കണ്ണിൽ ചോരയില്ലാത്ത സമീപനവുമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിച്ച് കേരളത്തെ സാമ്പത്തികമായി ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് സംരക്ഷിക്കണം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. VP ചിത്തരഞ്ജൻ MLA ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. MLAമാരായ H. സലാം, തോമസ് K. തോമസ്, ദലീമ ജോജോ, മുൻ MP അഡ്വക്കേറ്റ് M. ആരിഫ്, CB ചന്ദ്രബാബു, TT ജിസ്മോൻ, VT ജോസഫ്, I. ഷിഹാബുദ്ദീൻ, അഡ്വക്കേറ്റ് ഉമ്മൻ ആലുംമുട്ടിൽ, സാദിഖ് മക്കീൽ, നിസാമുദ്ദീൻ മൗലവി, ജയ്സപ്പൻ മത്തായി, H. മുഹമ്മദ് അലി, പ്രദീപ് കുമാർ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരവും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, IRC തീരുമാനപ്രകാരമുള്ള കൂലിയും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് സമരം സംഘടിപ്പിച്ചത്. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരം നടത്തി. കയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ വേതനം, കുടിശ്ശികയായ ആനുകൂല്യങ്ങളുടെ വിതരണം, ചകിരി ലഭ്യത എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം നടത്തിയത്. ആലപ്പുഴ ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ വിളിച്ചു ചേർത്ത യൂണിയനുകളുടെ യോഗത്തിൽ കയർ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് സമരം സംഘടിപ്പിച്ചത്. പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലേക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയിരുന്നു. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ VS മണി ഉദ്ഘാടനം ചെയ്തു. നടത്തിക്കൊണ്ടുപോകാൻ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്നും അതിൻ്റെ ഭാഗമായി ഈ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയർ ശേഖരിച്ച് കയർപെട്ട് കയർ സംഭരിച്ച് മാറ്റി സംഘങ്ങൾക്കും മറ്റ് ചെറുകിട ഉത്പാദകർക്കും നൽകുക, ആ രൂപത്തിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിന് മറ്റ് നേതൃത്വം കത്ത് കൊടുക്കുകയും കഴിഞ്ഞ 29-ാം തീയതി ഒരു ദിവസത്തെ സൂചന പ്രകടനം സംഘടിപ്പിച്ച് ഇതെല്ലാം വിശദീകരിച്ചു. ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ ഇടപെടും എന്ന് ഞാൻ. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, IRC തീരുമാനപ്രകാരമുള്ള കൂലിയും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക, കയർത്തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക, സൊസൈറ്റികളും വിവിധ യൂണിയനുകളും ഒന്നിച്ചു നിന്ന് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ഭാരവാഹികൾ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് 2024 അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനയായ FSCTU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA ഇസ്ലാം ചടങ്ങിൽ അധ്യക്ഷനായി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.